നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലിറങ്ങി ചെല്ലുകയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ ADHD. ADHD. നമ്മുടെ കയ്യിലുള്ളത് ഡോക്ടർ അഖിൽ വർഗീസ് തയ്യാറാക്കിയ ഒരു ഗൈഡാണ്. ADHD മനസ്സിലാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ ഗൈഡ്. അപ്പോൾ ഈ ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ. പലപ്പോഴും ADHDയെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ടല്ലേ? ഇതൊരു മടിയോ അല്ലെങ്കിൽ പാരന്റിംഗിലെ പ്രശ്നമോ ബുദ്ധിക്കുറവോ ഒന്നുമല്ല. അല്ല. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ്. അതായത് തലച്ചോറിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനം. ശ്രദ്ധക്കുറവ്, അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഹൈപ്പർ ആക്ടിവിറ്റി, പിന്നെ എടുത്തുചാട്ടം. ഇമ്പൾസിവിറ്റി. അതെ, ഇമ്പൾസിവിറ്റി. ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുമ്പോഴാണ് നമ്മൾ ADHDയെക്കുറിച്ച് സംസാരിക്കുന്നത്. ശരിയാണ്. അപ്പം ഡോക്ടർ വർഗീസിന്റെ ഈ ഗൈഡ് വെച്ച് നോക്കുമ്പോൾ ADHD മാനേജ് ചെയ്യാനുള്ള പല വഴികളുണ്ട്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംസാരത്തിൽ ഭക്ഷണക്രമം, വ്യായാമം, അങ്ങനെയുള്ള ജീവിതശൈലി മാറ്റങ്ങൾക്ക് ഡോക്ടർ കൊടുക്കുന്ന ഒരു ഊന്നൽ, അതിനെപ്പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ഓക്കെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളീ പറയുന്നത് ഗൈഡിലെ വിവരങ്ങൾ മാത്രമാണ്. ഇതൊരിക്കലും ഒരു മെഡിക്കൽ അഡ്വൈസ് അല്ല. തീർച്ചയായും. എന്ത് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കാണണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡോക്ടർ അഖിൽ വർഗീസിന്റെ ഗൈഡ് ADHDയെ എങ്ങനെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ADHDയുടെ ഒരു പ്രധാന വെല്ലുവിളി, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. എന്താണ് സംഭവം? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ഒരു CEO അല്ലെങ്കിൽ ഒരു മാനേജർ എന്നൊക്കെ പറയാം. അതായത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഒരു കാര്യം തുടങ്ങി വെക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക, സമയം മാനേജ് ചെയ്യുക, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, പഴയ കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക, ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക, ആവശ്യമെങ്കിൽ ശ്രദ്ധ മാറ്റുക, ഇതൊക്കെയാണ് ഈ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ്. അപ്പോൾ ഡോക്ടർ വർഗീസിന്റെ ഗൈഡ് പറയുന്ന പോലെ ADHD ഉള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ചിലപ്പോ ചെറിയ ചെറിയ ജോലികൾ പോലും ഒരു വലിയ മല പോലെ തോന്നുന്നത്. മനസ്സിലായി. അപ്പോ ഇതിന്റെ പിന്നിലെ ഒരു സയൻസ് എന്താണ്? തലച്ചോറിൽ എന്താണ് വ്യത്യാസം? ഗൈഡിൽ പറയുന്നത് തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ അതിന്റെ ഘടനയിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ ചില ചെറിയ വ്യത്യാസങ്ങൾ കാണാമെന്നാണ്. പ്രത്യേകിച്ച് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനും ശ്രദ്ധ നിയന്ത്രിക്കാനുമൊക്കെ സഹായിക്കുന്ന ഭാഗം. അതുപോലെ ബേസൽ ഗാംഗ്ലിയ, സെറിബെലിയം, അങ്ങനെയുള്ള ഭാഗങ്ങൾ. പിന്നെ അതിലും പ്രധാനമായിട്ട് ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അതെ, തലച്ചോറിലെ സന്ദേശവാഹകർ. ഇവയുടെ അളവിലോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിലോ ഉള്ള വ്യത്യാസങ്ങൾ, അതും ഒരു പ്രധാന കാരണമാണ്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിവാർഡ് സിസ്റ്റം, മോട്ടിവേഷൻ, ശ്രദ്ധ, ഇതിനൊക്കെ പ്രധാനമാണ്. നോറെപ്പിനെഫ്രിൻ ആണെങ്കിൽ നമ്മളെ ഉണർന്നിരുത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. അപ്പോൾ ഈ സിസ്റ്റങ്ങളിൽ ഒരു ബാലൻസ് ഇല്ലായ്മ വരുന്നത് ADHD ലക്ഷണങ്ങളിലേക്ക് നയിക്കാം എന്നാണ് ഗൈഡ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക? ഡോക്ടർ വർഗീസിന്റെ ഗൈഡ് ഒരു മൾട്ടി മോഡൽ അപ്രോച്ചിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അതായത് പല കാര്യങ്ങൾ ഒരുമിച്ച്. പോയിന്റാണ്. ADHD മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടോ നടക്കുന്നതല്ല. ഗൈഡിൽ ഒരു 4 തൂണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് വിദ്യാഭ്യാസം ആൻഡ് മനസ്സിലാക്കൽ. അതായത് നിങ്ങൾക്ക് ADHD ഉണ്ടെന്ന് തിരിച്ചറിയുക, അതെന്താണെന്നും എന്തല്ലെന്നും മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അതൊരു കുറവല്ല എന്ന് മനസ്സിലാക്കുന്നത് തന്നെ വലിയൊരു സ്റ്റെപ്പാണ്. ശരിയാണ്. ഇത് സ്വയം അംഗീകരിക്കാനും കുറച്ചുകൂടി സ്നേഹത്തോടെ സ്വയം സമീപിക്കാനും സഹായിക്കും. രണ്ടാമത്തേത് മരുന്ന്. ഇവിടെ ഗൈഡ് ഹോമിയോപ്പതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് തീർച്ചയായും ഒരു രജിസ്റ്റേർഡ് ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ എന്നാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. മറ്റ് ചികിത്സകളെപ്പറ്റി ഈ ഭാഗത്ത് പറയുന്നില്ല അല്ലേ? ഇല്ല, ഈ ഗൈഡില് ഹോമിയോപ്പതിയെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ തൂണ് വരുന്നത് തെറാപ്പിയും കോച്ചിങ്ങുമാണ്. ഇപ്പോൾ കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT എന്നൊക്കെ പറയും.
അത് നമ്മുടെ ചിന്താരീതികളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. റൈറ്റ്. ADHD കോച്ചിങ് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. അതായത് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുകൾ നേടാനും മുന്നിലുള്ള തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്നൊക്കെയുള്ള വഴികൾ കണ്ടെത്താനും സഹായിക്കും. ഈ 3 കാര്യങ്ങളും പ്രധാനമാണെങ്കിലും നമ്മൾ ഇന്ന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് 4ാമത്തെ തൂണിലാണെന്ന് തോന്നുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങളും ക്രമീകരണങ്ങളും. ഡോക്ടർ വർഗീസിന്റെ ഗൈഡ് ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിക്ക് അനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ ദിനചര്യകളും എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ഇതിന്റെ കാതല്. ഓക്കെ. അതായത് തലച്ചോറിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് പകരം തലച്ചോറിനോടൊപ്പം എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നോക്കുക. ഒരുപാട് ശക്തി നൽകുന്നൊരു ചിന്തയാണ്. അതെ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. അപ്പോൾ ഗൈഡിൽ പറയുന്ന ചില പ്രാക്ടിക്കൽ ടിപ്സിലേക്ക് കടക്കാം. ഓർഗനൈസേഷൻ അതൊരു വലിയ പ്രശ്നമാണല്ലോ പലർക്കും. സാധനങ്ങൾ മറന്നുവെക്കുക, സ്ഥലം മാറുക സ്ഥിരം പ്രശ്നമാണ്. ഗൈഡ് പറയുന്ന ഒരു സിമ്പിൾ കാര്യം താക്കോല്, പേഴ്സ്, ഫോൺ അങ്ങനത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് വീട്ടിൽ ഒരൊറ്റ സ്ഥലം കണ്ടുപിടിക്കുക. ഒരു ലോഞ്ചിങ് പാഡ് പോലെ. ലോഞ്ചിങ് പാഡ്. അതെ, വീട്ടിൽ വന്നാൽ ഉടനെ അവിടെ വെക്കുക, പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കുക. അതൊരു ശീലമാക്കിയാൽ ഈ തെരച്ചിലിന്റെ സ്ട്രെസ് ഉണ്ടല്ലോ, അത് ഒരുപാട് കുറയും. ശരിയാണ്. അതുപോലെ സാധനങ്ങൾ എവിടെയെങ്കിലും വാരി വലിച്ചിടുന്നതിന് പകരം ലേബൽ ഒട്ടിച്ച ബോക്സുകളോ ബാസ്ക്കറ്റുകളോ ഉപയോഗിക്കാം. അപ്പോൾ എവിടെ എന്തുണ്ടെന്നൊരു ഐഡിയ കിട്ടും. പിന്നെ നോട്ട്സ് എഴുതാൻ പല പല കടലാസ് ഉപയോഗിക്കാതെ ഒരൊറ്റ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ആപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. ആഴ്ചയിലൊരിക്കൽ ഒരു റീസെറ്റ് ടൈം വേണമെന്നും ഗൈഡിൽ പറയുന്നുണ്ടല്ലോ, അതെന്തിനാണ്? അത് നല്ലൊരു പോയിന്റാണ്. ആഴ്ചയിലെ ഒരു ദിവസം ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ ആ ആഴ്ചയിലെ പേപ്പറുകളൊക്കെ ഒന്ന് ഒതുക്കാനും മേശ ക്ലിയർ ചെയ്യാനും അടുത്ത ആഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാനൊക്കെ മാറ്റിവെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യേണ്ടി വരും. അതിന്റെ ഭാരം ഒഴിവാക്കാം. പിന്നെ ടൈം മാനേജ്മെന്റ്, അതും ഇതുപോലെ തന്നെ. ടൈം ബ്ലൈൻഡ്നെസ് എന്നൊരവസ്ഥയെപ്പറ്റി ഗൈഡിൽ പറയുന്നുണ്ട്. സമയം പോകുന്നത് അറിയാത്തൊരവസ്ഥ. അത് ശരിയാണ്. 5 മിനിറ്റ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ടാവും. അതെ. അതിന് ഗൈഡ് പറയുന്നത് വിഷ്വൽ ടൈമറുകൾ ഉപയോഗിക്കാനാണ്. സമയം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ ഒരു ബോധം വരും. അത് കൊള്ളാം. സാധാരണ അലാറം, റിമൈൻഡറൊക്കെ നല്ലതാണ്. പിന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്തതിലേക്ക് ഓടുന്നതിന് പകരം കലണ്ടറിൽ തന്നെ ഒരു 10-15 മിനിറ്റ് ബഫർ ടൈം വെക്കുന്നത് നല്ലതാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനും അടുത്തതിന് തയ്യാറെടുക്കാനുമൊക്കെ സമയം കിട്ടും. പിന്നെ ടൈം ബ്ലോക്കിംഗ് എന്നൊരു ടെക്നിക്ക്. അതായത് ഓരോ ജോലിക്കും കലണ്ടറിൽ ഒരു പ്രത്യേക സമയം അങ്ങ് ബ്ലോക്ക് ചെയ്തു വെക്കുക. ഇത് പ്രോജക്റ്റുകളൊക്കെ തീർക്കാൻ നല്ലതാണെന്ന് ഗൈഡ് പറയുന്നു. ശ്രദ്ധയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ചില കാര്യങ്ങൾ തുടങ്ങിവെക്കാൻ തന്നെ വലിയ പാടാണല്ലോ. അതിന് ഗൈഡിൽ പറയുന്ന ഒരു രസകരമായ കാര്യം ബോഡി ഡബ്ലിംഗ് ആണ്. ബോഡി ഡബ്ലിങ്ങോ? അതെന്താണ്? അതായത് നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ അതേ റൂമില് വേറൊരാള്, ചിലപ്പോൾ ഒരു ഫ്രണ്ട്, പാർട്ട്ണർ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ വെറുതെ ഇരുന്നാൽ മതി. ഓഹോ. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട. അവരുടെ ഒരു സാന്നിധ്യം, അത് മാത്രം മതി പലപ്പോഴും ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. അത് കൊള്ളാലോ, ശരിക്കും. അതെ, ചിലർക്കത് വർക്ക് ആവാറുണ്ട്. വെർച്വലായിട്ടും ഇത് ചെയ്യുന്നവരുണ്ട്. ഒരു സൂം കോളിലെ കണക്ട് ചെയ്ത് ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ്. പിന്നെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കാം, ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാത്ത സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വലിയ ജോലികളെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മുറിക്കുക. അത് പ്രധാനാണ്. അടുക്കള വൃത്തിയാക്കുക എന്നതിന് പകരം പാത്രം കഴുകുക, കൗണ്ടർ തുടയ്ക്കുക, അങ്ങനെ മാറ്റുന്നത് പോലെ. അതെ. അപ്പൊ തുടങ്ങാനുള്ള മടി കുറയും. ഇനി വൈകാരിക നിയന്ത്രണം, ഇമോഷണൽ റെഗുലേഷൻ. ADHD ഉള്ളവർക്ക് വികാരങ്ങൾ കുറച്ച് തീവ്രമായിട്ടാണോ അനുഭവപ്പെടുക? അത് സാധാരണമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുക, അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആവുക, ഇതൊക്കെ സംഭവിക്കാം. ഇമോഷണൽ ഡിസ്റെഗുലേഷൻ എന്ന് പറയും. ഗൈഡ് പറയുന്ന ഒരു പ്രധാന കാര്യം, ആ ഇമോഷൻ വരുമ്പോൾ അതിനെ ഒന്ന് തിരിച്ചറിയുക, അതിനൊരു പേര് കൊടുക്കുക. എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ട് എന്ന് മനസ്സിലൊന്ന് പറയുക. ഓക്കെ. അതിനെന്താ ഗുണം?
അത് ആ വികാരത്തിൽ നിന്ന് നമുക്കൊരു ചെറിയ സ്പേസ് തരും. ഉടനെ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് നിർത്തി ചിന്തിക്കാൻ അത് സഹായിക്കും. അതായത് ആ വികാരത്തിൽ ഒഴുകിപ്പോകാതെ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. അതെ, കൃത്യമായി. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ ഇതിന് സഹായിക്കും. പിന്നെ ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ചാടുക, എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ എനർജി റിലീസ് ചെയ്യാൻ നല്ലതാണ്. നല്ല ടിപ്സ്. ഇനി ഉറക്കം, അതൊരു വലിയ ഏരിയ ആണല്ലോ. തീർച്ചയായും. ഉറങ്ങാൻ കിടന്നാൽ ചിന്തകൾ നിർത്താതെ ഓടുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഇതൊക്കെ സാധാരണ കേൾക്കുന്നതാണ്. അതെ അതെ. എന്താണ് ഗൈഡ് പറയുന്നത്? ഏറ്റവും പ്രധാനം സ്ഥിരമായ ഒരു ഉറക്ക ഷെഡ്യൂൾ. എല്ലാ ദിവസവും വീക്കെൻഡിൽ പോലും ഏകദേശം ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുന്നത് ബോഡിയുടെ ആ ഒരു ക്ലോക്കിനെ സെറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീനുകൾ ഒഴിവാക്കുക. ഫോൺ, ലാപ്ടോപ്പ്, TV, ഇതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഉറക്കത്തെ ശരിക്കും ബാധിക്കും. ശരിയാണ്. അതിനു പകരം ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ശാന്തമായ മ്യൂസിക് കേൾക്കുക, ചെറുചൂടുവെള്ളത്തിൽ കുളിക്കുക, അങ്ങനെയുള്ള ഒരു വൈൻഡിംഗ് ഡൗൺ റുട്ടീൻ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ചിലർക്ക് ഈ വെയ്റ്റഡ് ബ്ലാങ്കറ്റ്സ് ഉപയോഗിക്കുന്നത് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യാനും വേഗം ഉറങ്ങാനും സഹായിക്കാറുണ്ട് എന്നും ഗൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നല്ല പ്രായോഗിക നിർദ്ദേശങ്ങൾ. ഇനി നമുക്കിന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഭക്ഷണക്രമവും വ്യായാമവും. ഡോക്ടർ വർഗീസിന്റെ ഗൈഡ് ഇതിനെന്തുമാത്രം ഊന്നൽ നൽകുന്നുണ്ട്? വളരെ വലിയ ഊന്നൽ നൽകുന്നുണ്ട്. കാരണം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മൂഡ്, ഇതിനെയൊക്കെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള 2 കാര്യങ്ങളാണിവ. അതുകൊണ്ട് ജീവിതശൈലി മാറ്റങ്ങളിൽ ഇവ രണ്ടും മുൻപന്തിയിൽ വരുമെന്ന് ഗൈഡ് പറയുന്നു. ഭക്ഷണത്തിൽ എന്താണ് പ്രധാനം? ഡോക്ടർ വർഗീസ് ഏറ്റവും എടുത്തു പറയുന്നൊരു കാര്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നതാണ്. പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ, അതെന്തിനാണ്? അത് ബ്ലഡ് ഷുഗർ ലെവൽസ് പെട്ടെന്ന് കൂടുകയും താഴുകയും ചെയ്യുന്നത് തടയും. ഓക്കെ, സ്റ്റേബിളായി നിൽക്കുമല്ലേ? അതെ, സ്റ്റേബിളായി നിർത്താൻ സഹായിക്കും. അങ്ങനെ തലച്ചോറിന് ദിവസം മുഴുവൻ ഒരു സ്ഥിരതയുള്ള എനർജി കിട്ടും. മാത്രമല്ല, ഈ ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ അമിനോ ആസിഡ്സ്, അത് പ്രോട്ടീനിൽ നിന്നാണ് കിട്ടുന്നത്. റൈറ്റ്. അപ്പം മുട്ട, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, സീഡ്സ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക്, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ശ്രദ്ധ കൂട്ടാനും മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒഴിവാക്കാൻ പറയുന്നത്? പ്രധാനമായും ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് മൈദ, വെള്ള ബ്രെഡ്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ പഞ്ചസാര അധികമുള്ള ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, ഇതൊക്കെ കുറയ്ക്കാൻ പറയുന്നു. കാരണം ഇവ ബ്ലഡ് ഷുഗറിൽ പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാക്കും, പിന്നെ പെട്ടെന്നൊരു ക്രാഷും ഉണ്ടാകും. ഒരു ഷുഗർ റഷ്, പിന്നെ ഷുഗർ ക്രാഷ്. ഇത് ഭയങ്കര എനർജി കുറയാനും ശ്രദ്ധ പോകാനും ദേഷ്യം വരാനും ഒക്കെ കാരണമാകും. ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സിന്റെ കാര്യം ഗൈഡിൽ പറയുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഒമേഗ-3, പ്രത്യേകിച്ച് EPA, DHA, ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ബ്രെയിൻ സെല്ലുകളുടെ മെംബ്രെയിൻ ഉണ്ടാക്കാനും ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തനം ശരിയാക്കാനും ഒക്കെ ഇത് വേണം. എവിടെ നിന്നാണ് ഇത് കിട്ടുക? മത്തി, അയല പോലുള്ള എണ്ണയുള്ള മീനുകൾ, വാൾനട്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നല്ല സോഴ്സാണ്. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ സപ്ലിമെന്റ്സും എടുക്കാം. ഓക്കെ. ഇനി വ്യായാമം. ഗൈഡ് ഇതിനെ നോൺ നെഗോഷ്യബിൾ എന്നാണ് പറയുന്നതെന്നോ? വിട്ടുവീഴ്ചയില്ലാത്തത്? അതിനതെ, അത്രത്തോളം പ്രാധാന്യം ഡോക്ടർ വർഗീസ് വ്യായാമത്തിന് കൊടുക്കുന്നുണ്ട്. ADHDയെ സംബന്ധിച്ചിടത്തോളം വ്യായാമം ഒരു മരുന്ന് പോലെയാണെന്ന് പറയാം. ശരിക്കും? അതെ. കാരണം വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ ഈ ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ ഒക്കെ സ്വാഭാവികമായിട്ട് കൂടും. ഇത് ശ്രദ്ധ കൂട്ടും, ഓർമ്മശക്തി മെച്ചപ്പെടുത്തും, മൂഡ് നല്ലതാക്കും, ഉത്കണ്ഠ കുറയ്ക്കും, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അതിനെയും ശക്തിപ്പെടുത്തും. എത്ര നേരം ചെയ്യണം? എങ്ങനത്തെ വ്യായാമമാണ് നല്ലത്? ഗൈഡ് പറയുന്നത് ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റിയിൽ വ്യായാമം ചെയ്യണമെന്നാണ്. നടക്കുക, ഓടുക, സൈക്കിൾ ഓടിക്കുക, നീന്തുക, ഡാൻസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുമാകാം. സ്ഥിരമായിട്ട് ചെയ്യണം, അതാണ് പ്രധാനമല്ലേ? അതെ, സ്ഥിരതയാണ് പ്രധാനം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ സ്ഥിരമായി ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് കണ്ടെത്തുക. രാവിലെ ചെയ്യുന്നത് ദിവസം മുഴുവൻ അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ നല്ലതാണെന്നും ഗൈഡ് പറയുന്നുണ്ട്. ഇത്രയധികം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും
ADHD ഉള്ളവർക്ക് അവരുടേതായ കഴിവുകളും ശക്തികളും ഉണ്ടെന്നും ഗൈഡിൽ പറയുന്നുണ്ടല്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ADHDയെ ഒരു കുറവായി മാത്രം കാണരുത്. ഈ തലച്ചോറ് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു. അതിന് അതിൻ്റേതായ ശക്തികളുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തകൾ വരും. പുതിയ പുതിയ ഐഡിയകൾ, പ്രശ്നങ്ങൾക്ക് വ്യത്യസ്തമായ പരിഹാരങ്ങൾ അതൊക്കെ ഉണ്ടാവാം. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ അതിൽ മണിക്കൂറുകളോളം മുഴുകിയിരിക്കാനുള്ള കഴിവ്, ഹൈപ്പർ ഫോക്കസ് എന്ന് പറയും. ഹൈപ്പർ ഫോക്കസ്. അതെ, അത് ശരിയായി ഉപയോഗിച്ചാൽ വലിയ നേട്ടമാണ്. പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നതുകൊണ്ട് നല്ല റെസിലിയൻസ്, അതായത് തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള കഴിവ്, നല്ല ഊർജ്ജസ്വലത, ഇതൊക്കെ പലപ്പോഴും കാണാം. അപ്പോൾ ഈ കഴിവുകളെ തിരിച്ചറിഞ്ഞു വളർത്തുന്നതും ഈ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ശരിയാണ്. അപ്പോൾ ഡോക്ടർ അഖിൽ വർഗീസിന്റെ ഗൈഡിനെ അടിസ്ഥാനമാക്കി നമ്മളിന്ന് ADHDയെക്കുറിച്ചും അതിനെ നേരിടാനുള്ള ഒരു മൾട്ടി മോഡൽ സമീപനത്തെക്കുറിച്ചും സംസാരിച്ചു. വിദ്യാഭ്യാസം, ആവശ്യമെങ്കിൽ മരുന്ന്, ഹോമിയോപ്പതിയെക്കുറിച്ച് ഗൈഡ് പറയുന്നത് ശ്രദ്ധയോടെ, തെറാപ്പി, കോച്ചിംഗ്, ഇതിനോടൊപ്പം ജീവിതശൈലി മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർ വർഗീസ് ഊന്നൽ നൽകുന്ന ഭക്ഷണക്രമവും വ്യായാമവും ഇതിനൊക്കെ വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലായി. അതെ, ആ പ്രോട്ടീൻ പ്രാധാന്യമുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഷുഗറും റിഫൈൻഡ് കാർബ്സും കുറയ്ക്കുന്നത്, ഒമേഗ-3 ദിവസവുമുള്ള വ്യായാമം, ഇതൊക്കെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നേരിട്ട് സ്വാധീനിക്കും. നിങ്ങളുടെ ശ്രദ്ധയിലും എനർജി ലെവലിലും നല്ല മാറ്റങ്ങൾ വരാൻ ഇത് സഹായിക്കുമെന്നാണ് ഗൈഡ് പറയുന്നത്. അതോടൊപ്പം ഓർഗനൈസേഷനും ടൈം മാനേജ്മെന്റിനും ഇമോഷണൽ റെഗുലേഷനും ഉറക്കത്തിനുമൊക്കെയുള്ള സിമ്പിൾ ടിപ്സും നമ്മൾ പറഞ്ഞു. താക്കോലിനൊരു സ്ഥലം കണ്ടെത്തുന്നത് തൊട്ട് വലിയ ജോലികളെ ചെറുതാക്കുന്നതുവരെ. ഇത് കേൾക്കുമ്പോൾ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നൊരു തോന്നൽ വരുന്നുണ്ട്. തീർച്ചയായും. ഏറ്റവും പ്രധാനം, ഇതെല്ലാവർക്കും ഒരേപോലെയല്ല. ഡോക്ടർ വർഗീസ് പറയുന്ന പോലെ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും വർക്കാവുന്ന കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ചിലപ്പോൾ ഭക്ഷണത്തിലെ മാറ്റവും വ്യായാമവും തെറാപ്പിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ഇത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇതൊരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഓട്ടമല്ല, മറിച്ച് ഒരു യാത്രയാണെന്ന് ഓർക്കണം, അല്ലേ? സ്വയം മനസ്സിലാക്കുക, ക്ഷമയോടെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ടു പോവുക. പെർഫെക്ഷൻ അല്ല, പ്രോഗ്രസ് ആണ് ലക്ഷ്യം. നിങ്ങളുടെ തലച്ചോറ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അത്രയുള്ളൂ. ആ വ്യത്യാസത്തെ മനസ്സിലാക്കി അതിനുവേണ്ട ടൂൾസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ എല്ലാം കൂടി കേട്ടപ്പോൾ ഒരു ഓവർവെൽമിംഗ് ഫീൽ ഉണ്ടാവാം. പക്ഷേ ഡോക്ടർ വർഗീസ് പറയുന്ന ഒരു കാര്യം ഓർക്കാം. ചെറിയ മാറ്റങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും.